നമ്മൾ ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ കാര്യം എടുക്കുമ്പോൾ ഈ വിഷയം പറയുന്നത് ഞാൻ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന സിനിമകളെക്കുറിച്ചും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോർട്ട് ഫിലിമുകളെക്കുറിച്ചും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കഥകളെക്കുറിച്ചും ഒക്കെ ബേസ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് വെച്ചാൽ അത് വളരെ പ്രാധാന്യമാണ്. അപ്പം പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നിന്ന് പ്രസംഗിക്കുക, ബാക്കിയുള്ളവർ കേൾക്കുക, ഒരാൾ മാത്രം പറയുക, ബാക്കിയുള്ളവർ കേൾക്കുക, അനുസരിക്കുക എന്നുള്ളതാണ്. അന്ന് ഹെയറാർക്കിയാണ് അതിൻ്റെ മെയിനായിട്ട് നിന്നിരുന്നത്. ഇന്ന് എല്ലാവരും തുല്യരാണെന്നുള്ള പുതിയ ആധുനിക മൂല്യം നമ്മളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രധാനമാണ്, എല്ലാവർക്കും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് എല്ലാവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എല്ലാവർക്കും വേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സിനിമയുടെയൊക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൊത്തത്തിൽ ആർട്ട് ഫോമിൻ്റെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഒരു കാര്യം നമ്മൾ പുതിയതായിട്ട് ഇറക്കാൻ നേരത്ത് ആ കാര്യം എല്ലാവരും അറിയിച്ചുകൊണ്ട് ഒരു ചെറിയ സമൂഹത്തെ വിളിച്ചു കൂട്ടി അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ചർച്ചയും പ്രസംഗമൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതൊക്കെ പരസ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പൊതുവായിട്ട് ബിസിനസ് പരമായിട്ടൊക്കെ അങ്ങനെ സംസാരിച്ചാലും, അതൊക്കെ വരുന്നത് നമ്മൾ തന്നെ ഒരു കാര്യം തീരുമാനിച്ചങ്ങ് മുന്നോട്ട് പോവുക എന്നുള്ളതല്ല. അതിലോട്ട് എല്ലാവരുടെയും കോൺട്രിബ്യൂഷനും അഭിപ്രായവും സ്വീകരിച്ച് ഒരു ചർച്ച നടത്തി അങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ അതായത് ഈ എന്താ പറയണേ, ഈ ചർച്ച നടത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പരിപാടി നടത്തിക്കാതിരിക്കാനും അതല്ലാണ്ട് നമ്മളെ അടിച്ചമർത്താനും വേണ്ടിയിട്ടുള്ള ചർച്ചകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ ആ രീതിയിൽ, പഴഞ്ചൻ രീതിയിൽ കാണരുത്. അപ്പം അതായത് ഇപ്പം ഞാനൊരു സിനിമ ചെയ്താൽ, ഒരു കഥ എഴുതിയാൽ, അത് എല്ലാവരുടെയും മുമ്പിൽ അതിനെപ്പറ്റി അവതരിപ്പിച്ച്, കഥ അവതരിപ്പിക്കുകയല്ല, കഥയെപ്പറ്റി അവതരിപ്പിച്ച് എല്ലാവരുടെയും അഭിപ്രായം, എനിക്ക് മുന്നിലിരിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ, എനിക്ക് ചുറ്റും ഇരിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അതിന് മറുപടി പറഞ്ഞ് എൻ്റെ അഭിപ്രായം പറഞ്ഞ്, അതുപോലെ തന്നെ ആ കഥയോ സിനിമയോ റിലീസായതിനു ശേഷം ഒരിക്കൽ കൂടി സിനിമ കണ്ടവരുമായിട്ട്, അല്ലെങ്കിൽ സിനിമ കാണാൻ താല്പര്യമുള്ള ആളുകളുമായിട്ടൊരു ഇൻട്രാക്ഷൻ വീണ്ടും നടത്തി അവരുമായിട്ട് സംസാരിച്ച് അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞ് എൻ്റെ അഭിപ്രായം പറഞ്ഞ് അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച്, അങ്ങനെ അവർക്ക് എന്തെങ്കിലും പറഞ്ഞ് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്ത്, അവരിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് പഠിക്കാനുണ്ടെങ്കിൽ അത് കേട്ട് പഠിച്ച്, അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടത്. ആ രീതിയിലോട്ട് ഇനി ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ രീതിയിലോട്ട് കാര്യങ്ങൾ എത്തും. അങ്ങനെയാണ്. അപ്പോൾ അതിലോട്ടാണ് ഇപ്പോഴത്തെ ഈ സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത്ര എത്തിയിട്ടില്ലെങ്കിലും ഇപ്പോൾ ഈ സംഭവങ്ങളുടെ പോക്ക് വെച്ച് ഇപ്പോഴും നമ്മൾ പ്രൊമോഷൻ പരിപാടികളൊക്കെ നടത്താറുണ്ടല്ലോ. അപ്പം അതൊക്കെ ഇതിലോട്ടുള്ള ഒരു പോക്കാണ്. മൊത്തത്തിലങ്ങ് എത്തിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഏകദേശം ഒരു നടുക്കെത്തി നിൽക്കുകയാണ്. ഇനി മുന്നോട്ട് തലമുറകൾ കഴിയുന്തോറും, അല്ലെങ്കിൽ നാളുകൾ കഴിയുന്തോറും ഞാൻ ഈ പറഞ്ഞ നിലവാരത്തിലോട്ട് ആ കാര്യം എത്തും എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഞാനൊരു സിനിമ ഇറക്കിയാലും, ഒരു കഥ എഴുതി ചെയ്താലും അതിനെപ്പറ്റി എല്ലാവരോടും സംസാരിക്കേണ്ടതുണ്ട്, ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവരിലോട്ട് കൂടുതലായിട്ട് എത്തിക്കാൻ, അവരെ പ്രിപ്പയർ ചെയ്യിക്കാൻ പറ്റും. അതുപോലെ തന്നെ എനിക്കെന്തെങ്കിലും ഇനി കൂടുതലായിട്ട് മനസ്സിലാക്കാനുണ്ടെങ്കിൽ, കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യം ഞാൻ തിരുത്താനുണ്ടെങ്കിലൊക്കെ എനിക്കും അറിയുവാൻ സാധിക്കും. അതനുസരിച്ച് എനിക്ക് മുന്നോട്ട് അതിനനുസരിച്ച് തിരുത്തി പോകാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തോന്നണം എൻ്റെയൊക്കെ ഒരു സമയമാകുമ്പോഴത്തേനും ഇങ്ങനെയൊരു സെറ്റപ്പ് വരും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു സെറ്റപ്പ് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, അത് നേരത്തെ സാഹചര്യം വെച്ച് ഇരിക്കും. എന്താണേലും ഇങ്ങനൊരു സംഭവത്തിലോട്ട് കാര്യങ്ങൾ എത്തും. പക്ഷേ അത് എപ്പോൾ എത്തും, എങ്ങനെ എത്തും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു കാര്യത്തിനാണെങ്കിലും
പ്രത്യേകിച്ച് സിനിമയുടെയും കഥകളുടെയൊക്കെ കാര്യത്തിൽ ആളുകളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വേണം, മസ്റ്റാണ് എന്നുള്ളതാണ്. ഇപ്പം ചില സാഹചര്യങ്ങൾ കൊണ്ട് ആളുകൾക്കതിന് പറ്റാതെ ഉണ്ടാവാം. അതൊരു താൽക്കാലികമായ എക്സ്ക്യൂസ് മാത്രമാണ്. അത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒക്കെ മാറും. ഇപ്പോൾ പ്രേക്ഷകർക്കാണെങ്കിലും ഒരു കാര്യം അവതരിപ്പിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഇപ്പോൾ ഉള്ള ആ ഒരു ഇവർക്കിടയിലുള്ള ആ ഒരു ബാരിക്കേഡ് പരമാവധി മാറും എന്നുള്ളതാണ് മുന്നോട്ട്. അപ്പോൾ ഇതാണ് ഇതിപ്പം ഇങ്ങനെ തലയും പാലും ഇല്ലാണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇനി ഇതാകെ നടന്നു കഴിഞ്ഞാലേ ഉള്ളൂ അതിൻ്റെ ആ ഒരു എഫക്റ്റ് എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുമ്പോൾ വാലും തലയില്ലാണ്ട് ഇങ്ങനെ പോലെ തോന്നുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.